ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ യൂണിറ്റ് വാർഷികത്തിൻ്റെ ഒരു ഫുൾ വീഡിയോ ആയിട്ടാണോ വരണത് കേട്ടോ. അതിൻ്റെ സ്പോർട്സിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ സ്പോർട്സിന് ഞങ്ങളുണ്ടായിരുന്നില്ല, അപ്പോൾ എല്ലാ കുടുംബാംഗങ്ങളും ഇതിൽ പങ്കെടുത്തു കണ്ടോ. അഭി ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാവരും പങ്കെടുത്തു. അവർക്കുള്ള പ്രൈസൊക്കെ യൂണിറ്റ് വാർഷികത്തിൻ്റെ അന്നാണ് ഞങ്ങൾ കൊടുത്തത് കേട്ടോ. അങ്ങനെ ഒരു വീട് ബെന്നിച്ചേട്ടൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു ഞങ്ങൾ പരിപാടിയൊക്കെ അറേഞ്ച് ചെയ്തത് കേട്ടോ. അങ്ങനെ എല്ലാം രാത്രിയായി പരിപാടിയൊക്കെ തീർന്നത്. അങ്ങനെ എല്ലാവരും കൂടി നല്ലോണം അങ്ങനെ കളിക്കുമായിരുന്നു. അതായത് സിയയുടെ ട്യൂഷൻ മിസ്സും അഭിചേച്ചിയും കൂടി നല്ല കട്ടക്ക് പോയത് കേട്ടോ. അപ്പോൾ സിയ അവിടെ നോക്കി നിൽക്കണേണ്. സിയയും തീയ ഉണ്ടായിരുന്നു, അല്ലു മാത്രം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കേട്ടോ. അങ്ങനെ എല്ലാവരും കാണികളായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ പരിപാടിയൊക്കെ സ്പോർട്സൊക്കെ നല്ല അടിപൊളിയായിട്ട് പങ്കെടുത്ത് എല്ലാം നല്ല രീതിയിൽ തന്നെ പോയി കേട്ടോ. അങ്ങനെ ആ വീട് ബെന്നിച്ചേട്ടനൊക്കെ ഭാരവാഹിയുമായിട്ട് എല്ലാത്തിലും ഉണ്ടായിരുന്നതാണ്. പിന്നെ യൂണിറ്റ് വാർഷികത്തിൻ്റെ എന്ന് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡാൻസ് പ്രിപ്പറേഷൻ്റെ തിരക്കിലാണ്. അങ്ങനെ അവരുടെ വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്തത് കേട്ടോ. അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു ഞാനങ്ങനെ ഡാൻസ് കളിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴേക്കും വാർഷികത്തിൻ്റെ തുടക്കമായി. അങ്ങനെ മാതാവിനെ ഞങ്ങൾ കൊന്തയൊക്കെ അർപ്പിച്ച് അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ടൊക്കെ വരികയാണ്. അപ്പോൾ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയൊക്കെ അച്ഛൻ നടത്തി കേട്ടോ. അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ പള്ളിയിലെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ചെയ്തേക്കണതാണ് കേട്ടോ. മരിച്ചവരുടെ ഫോട്ടോയും ഒക്കെ റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ പള്ളി കേട്ടോ. സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളിയാണ്, സനാതന റോഡ്. അതിൻ്റെ ഇടയിൽ ദിയ വന്ന് ഓരോരോ കാര്യങ്ങൾ കാണിക്കുക. അവരുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ വന്നിരുന്ന് കളിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓരോരോ പരിപാടികളൊക്കെ തുടങ്ങി. ആദ്യമായിട്ട് ഉദ്ഘാടനമൊക്കെ നടത്തി. സെക്രട്ടറി വാർഷിക റിപ്പോർട്ടൊക്കെ അവതരിപ്പിച്ചു. അങ്ങനെ സെക്രട്ടറി ജിയ അലക്സാണ് റിപ്പോർട്ട് അവതരിപ്പിച്ചത് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പേളിച്ചേച്ചി ഉണ്ടായിരുന്നു കൺവീനറാണ് പേളിച്ചേച്ചിയുടെ ജിയാമ്മയുടെയൊക്കെ ഒറ്റ ഇതുകൊണ്ടാണ് ഈ വാർഷികം നല്ല രീതിയിൽ മുമ്പോട്ട് അങ്ങ് പോയത് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ കരുത്താണ് ഇവരൊക്കെ. അങ്ങനെ ഞങ്ങളുടെ 22 കുടുംബങ്ങളെയും ഒരേ രീതിയിൽ കൊണ്ടുപോകാൻ ഇവരൊക്കെ ഒത്തിരി ഞങ്ങളെ സഹായിക്കണ രണ്ടുപേരാണ് കേട്ടോ. ബാക്കി എല്ലാവരും ഇവരുടെ കൂട്ടത്തിൽ ഉണ്ട്. അങ്ങനെ കുറച്ച് അതിഥികളൊക്കെ ഞങ്ങളെ വിളിച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് പേരൊക്കെ. ഇത് ഞങ്ങളുടെ ജർണച്ചനാണ് കേട്ടോ, ഞങ്ങളുടെ പള്ളിയിലെ അച്ഛനാണ്. അച്ഛൻ ഞങ്ങളുടെ നാട്ടുകാരനായത് കൂടി ഞങ്ങൾക്ക് പ്രത്യേക ഒരു ഉണ്ട്. എല്ലാവരെയും അറിയാം കേട്ടോ. ഈ 350 കുടുംബങ്ങളുണ്ട്. ആ 350 പേര് എത്ര പേരുണ്ടോ ആ എത്രയും പേരെയും അച്ഛൻ എല്ലാവരെയും നല്ലോണം അറിയാം കേട്ടോ. അങ്ങനെ അച്ഛൻ്റേതായ അപ്പം ഞങ്ങൾ ഒത്തിരി വിഷമിച്ച് ഞങ്ങൾ എന്ത് ചെയ്യും, യൂണിറ്റ് വാർഷികത്തിന് എന്ത് ചെയ്യും എന്നുള്ള ഇതിൽ ഞങ്ങൾ നിൽക്കണമായിരുന്നു കേട്ടോ. പക്ഷേ അതെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ യൂണിറ്റ് വാർഷികം നടത്തിയെന്നുള്ള ഇതാണ് കേട്ടോ. അങ്ങനെ ഇത് റാണി ടീച്ചറാണ് കേട്ടോ. റാണി ടീച്ചർ കാറ്റിസത്തിലെ മിസ്സ് കൂടിയാണ്. അപ്പോൾ മിസ്സിനെ എനിക്ക് നല്ലോണം അറിയാം കേട്ടോ. ഇത് ഞങ്ങൾ നല്ലോണം റെഡിയാക്കി വെച്ചേക്കണതാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ ഡാൻസാണ് കേട്ടോ. ഈ ഡാൻസ് കളിക്കാൻ വേണ്ടി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് കളിക്കുന്ന ഒരു ഡാൻസാണിത്. അങ്ങനെ ഞങ്ങൾ കളിച്ച് എല്ലാം കഴിഞ്ഞപ്പോൾ കുറച്ച് പേര് എല്ലാവരുടെയും കൂടിയുള്ള ഡാൻസൊക്കെ എല്ലാവരും കുറച്ചൊക്കെ താഴെ നിന്നൊക്കെ കളിച്ചു കേട്ടോ. എല്ലാവരും കൂടി നിന്ന് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ കളിച്ചു കേട്ടോ. കുറച്ച് നേരം കൊണ്ട് 2 മണിക്കൂറോളം കൊണ്ടാണ് ഞങ്ങൾ എല്ലാം കളിച്ച് എല്ലാം റെഡിയാക്കി എടുത്തത് കേട്ടോ. ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത് കളിക്കുമോ എന്നുള്ളത്. ഞാൻ ഇങ്ങനെ താടിക്ക് കൈയും കൊടുത്തിരിക്കണേന്ന്. അപ്പോൾ എന്തിനാ ഇങ്ങനെ ഇരിക്കണം, നമുക്ക് കളിക്കാം, ഒരു കുഴപ്പം ഉണ്ടാവില്ല, അതോ എന്തെങ്കിലും പരിപാടി നമ്മൾ അവതരിപ്പിച്ചു എന്നാവുമല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി നല്ല സൂപ്പറായിട്ട് തന്നെ ഡാൻസ് കളിച്ചു. അങ്ങനെ ഡാൻസ് കളിച്ച് ലാസ്റ്റ് എല്ലാവരും കൂടിയായി. പിന്നെ കളിക്കലും തുള്ളലും ഒക്കെ കൂടി കേട്ടോ. ഭാരവാഹികളും അല്ലാതെയുള്ളവരും എല്ലാവരും കൂടി നല്ല അടിപൊളിയായിട്ട് തന്നെ കളിച്ചു. അങ്ങനെ അടിപൊളിയായിട്ട് ഞങ്ങളുടെ യൂണിറ്റ് വാർഷികം നടത്തി കേട്ടോ. അങ്ങനെ ഓക്കെ, ബൈ, സീ യു.